അല്ലാഹു തആല നിങ്ങൾക്കതിനെ മെരുക്കി തന്നു, സംവിധാനിച്ചു തന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിലെ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഭക്ഷിച്ചുകൊള്ളുവീൻ. വഇലൈഹിൻ നുശൂർ. നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവട്ടെ, നിങ്ങൾ മരണപ്പെടും, നിങ്ങൾ മരിക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണമുണ്ട്. അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു പുനർജീവിതമുണ്ട്. ആ പുനർജീവിതം കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടും. അവനിലേക്കാണ് സത്യം നിങ്ങളെ മടക്കപ്പെടുന്നത്. والرزق المباح هو الحلال الطيب الذي لا ريبة فيه ولا خداع. والرزق المباح هو الحلال الطيب الذي لا ريبة فيه ولا خداع. അനുവദനീയമായ ഭക്ഷണം എന്ന് പറയുന്നത് സംശുദ്ധമായ, സംശയങ്ങളില്ലാത്ത, വഞ്ചനയില്ലാത്ത, ഹറാമും ഹലാലും കൂടിക്കലരാത്ത നിലയിലുള്ള സംശുദ്ധമായ ഭക്ഷണമാണ് അനുവദനീയമായ റിസ്ഖ് എന്ന് പറയുന്നത്. അല്ലാഹു പറയുന്നുണ്ട് ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ. നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. ഹലാലൻ തയ്യിബ, അനുവദനീയമായതിനെയും സംശുദ്ധമായതിനെയും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അപാരമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഒരു മനുഷ്യന് അള്ളാഹു താല സമ്പത്ത് നൽകിയ എന്നുള്ളത്. അത് ഭൂമിയില് അള്ളാഹു താല അവനോട് കാണിക്കുന്ന മമതയല്ല, ഇഷ്ടമല്ല, മറിച്ച് അവന് പരീക്ഷണത്തിന് വേണ്ടി നൽകുന്നതാണ് സമ്പത്ത്. അപ്പൊ നല്ല ഒരു ജോലി, അതല്ലെങ്കിൽ അവന് അള്ളാഹു താല നൽകിയ സമ്പത്ത് അത് ഭൂമിയിൽ അള്ളാഹു താല അള്ളാഹു താല അവന് അനുഗ്രഹമായിട്ട് നൽകിയതാണ്. അതെങ്ങനെ ചെലവഴിക്കണം എന്നും അള്ളാഹു താല നിങ്ങൾക്ക് വ്യക്തമാക്കി പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്ത് ലഭിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി അള്ളാഹു താല അനുഗ്രഹമായിട്ട് നൽകിയ ആ സമ്പത്ത് അതെങ്ങനെ വിനിയോഗിക്കണം, അത് മിതമായി ചെലവഴിക്കണം എന്ന് അല്ലാഹു തആല അത് ചെലവഴിക്കേണ്ട രീതികളും അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഫലാ ബുഖല വലാ തഖതീർ. ലുബ്ധത കാണിക്കുമ്പോ ഒന്നും ചെലവഴിക്കാതിരിക്കും. അതുകൊണ്ട് ലുബ്ധത കാണിക്കാതെ, എന്നാൽ പിന്നെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ല ജോലിയാണ് എന്ന് കരുതിയിട്ട് അമിത വ്യയം ഒരിക്കലും പാടില്ല. ആർഭാടത്തിലുള്ള ആഡംബരത്തിലുള്ള ഒരു ജീവിതം ഒരിക്കലും നിങ്ങൾക്ക് പാടുമില്ല. അല്ലാഹു പറയുന്നുണ്ട് ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا. അല്ലാഹു തആല പറയുന്നുണ്ട് ولا تجعل يدك مغلولة إلى عنقك. നിന്റെ കയ്യിനെ നീ നിന്റെ പിരടിയിലേക്ക് നീ കെട്ടിവെക്കരുത്. ولا تبسطها كل البسط. നല്ല നിലയിൽ അതിനെ നീ വിശാലമാക്കി അതിനെ തുറന്നിടുകയും ചെയ്യരുത്. അങ്ങനെ വരുമ്പോ അല്ലാഹു തആല പറയുന്നത് നീ നിന്റെ പിരടിയിലേക്ക് കൈ കെട്ടിവെക്കരുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും ചെലവഴിക്കാതെ. അല്ലാഹു തആല സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, അത് നല്ല നിലയിൽ വേണ്ടതുപോലെ ചെലവഴിക്കാതെ നീ ബുഖലോടുകൂടി, ലുബ്ധതയോടുകൂടി ഭൂമിയിൽ നടക്കാൻ പാടില്ല. എന്നാ പിന്നെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട് എന്ന് കരുതിയിട്ട് ആർഭാടപൂർണമായ ആഡംബരത്തിലുള്ള ഒരു ജീവിതം നീ നയിക്കാനും പാടില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നീ ലുബ്ധത കാണിച്ചുകൊണ്ട് ചെലവഴിക്കാതെ നീ നിന്റെ ജീവിതം നയിക്കുകയാണെങ്കിൽ നീ ആക്ഷേപാർഹനായി തീരും. മാത്രമല്ല മഹ്സൂറ, നീ അമിതമായിട്ട് ആർഭാടങ്ങളോട് കൂടിയുള്ള ഒരു ജീവിതമാണ് നീ നയിക്കുന്നത് എങ്കിൽ അത് കാരണം നീ ദുഃഖിതനായി തീരുകയും ചെയ്യും. ഒരു പക്ഷേ നിന്റെ സമ്പത്ത് മുഴുവനും തീർന്നു പോകും. നീ നല്ല നിലയിൽ സൂക്ഷിച്ച്, വളരെ നിലയിൽ സൂക്ഷിച്ച്, നല്ല നിലയിൽ അല്ലാഹു പറഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ നിനക്ക് നൽകിയ അപാരമായിരിക്കുന്ന ഈ അനുഗ്രഹം നല്ല നിലയിൽ നീ വിനിയോഗിക്കുന്നില്ലെങ്കിൽ നീ ദുഃഖിതനായി തീരും എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവന്റെ ലുബ്ധത കൊണ്ട് ഒരു മനുഷ്യൻ ലുബ്ധതയോടുകൂടെ ഒന്നും ചെലവഴിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ലുബ്ധത കൊണ്ട് അവൻ ആക്ഷേപിക്കപ്പെടും.
വയതഹസ്സറുൽ മുസ്രിഫു അലാ തബ്ദീരിഹി, ആഡംബരപൂർണമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തി അവന്റെ ധൂർത്തുകൊണ്ട് അവൻ ദുഃഖിക്കുകയും ചെയ്യും എന്ന് വളരെ ഖേദകരമായിരിക്കുന്ന ഒരവസ്ഥ അവന് സംജാതമാകും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഖേദവും നമുക്ക് ഖേദിക്കാതിരിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവണമെങ്കിൽ, മറ്റുള്ളവരാൽ ആക്ഷേപിക്കപ്പെടാത്ത ഒരു അവസ്ഥ മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ ദീനുൽ ഇസ്ലാം അള്ളാഹു നൽകിയ അപാരമായിരിക്കുന്ന ഈ അനുഗ്രഹമാകുന്ന ഈ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്നതിന്റെ മാർഗം ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്യാവശ്യങ്ങൾ നമ്മൾ ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത്യാവശ്യങ്ങളും ആവശ്യങ്ങൾക്കും മുൻഗണനാക്രമത്തിൽ നമ്മുടെ ധനം വളരെ നല്ല നിലയിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നാണ് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഒരു നിലക്കും വിനോദത്തിന് വേണ്ടിയിട്ട് അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുതല് നമ്മൾ ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല എന്ന് ഇന്നത്തെ ഖുതുബയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്, നമ്മുടെ കളത്രപുത്രാദികൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, നമ്മുടെ വീടിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ, ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ലുബ്ധതയോടുകൂടി ചെലവഴിച്ച് അവൻ അഹങ്കാരത്തോടുകൂടി മറ്റുള്ള വിനോദങ്ങൾക്ക് വേണ്ടി, അനാവശ്യങ്ങൾക്ക് വേണ്ടി, അത്യാവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഇടയിൽ പവർ നടിക്കാൻ വേണ്ടി നല്ല നിലയിൽ ആർഭാടത്തോടുകൂടി ചെലവഴിക്കുന്ന വ്യക്തി താമസം അതുപോലെ തന്നെ ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും തന്റെ ഉറ്റവർക്ക് അവന് ചെലവിന് കൊടുക്കേണ്ട അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ മാതാപിതാക്കൾ എന്നിവർക്ക് ചെലവിന് നല്ല നിലയിൽ കൊടുക്കാതെ ലുബ്ധതയോടുകൂടി ജീവിച്ച് സത്യത്തിൽ അവരുടെ കാര്യത്തിൽ ലുബ്ധത കാണിക്കുകയും ആർഭാടപൂർവമായ അനാവശ്യങ്ങൾക്ക് വേണ്ടി ആർഭാടപൂർവമായിരിക്കുന്ന ജീവിതം നയിക്കുകയും ചെയ്തുകൊണ്ട് അവന്റെ മുതൽ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അന്നിടയിൽ നമ്മൾ ആവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന് വലിയ പാപമുണ്ടായി തീരും. കഫാബിൽ മർഇ ഇസ്മൻ, ഒരു മനുഷ്യന് പാപത്താൽ മതിയായിരിക്കുന്നു തന്റെ കളത്രപുത്രാദികൾക്ക് ആവശ്യത്തിന് വേണ്ടുന്നത് ചെലവഴിക്കാതെ കണ്ട് അതിനെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും തന്റെ മാതാപിതാക്കളെയും തനിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർ ആരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടതുപോലെ ഭക്ഷണവും വസ്ത്രവും താമസവും ഒരുക്കി കൊടുക്കാതെ സമ്പത്തിനെ പഴാക്കി കളയുന്ന അവരെ വഴിയാധാരമാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അന്നലയിലുള്ള ആളുകൾക്ക് വലിയ പാപമുണ്ടായി തീരും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ചില ആളുകളാണെങ്കിൽ സത്യത്തിൽ നമ്മൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന ആർഭാടങ്ങളിൽ അമിതമായി ചെലവഴിക്കുന്ന ഒരു ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതവരെ ഈ ആർഭാടപൂർണമായിരിക്കുന്ന അവരുടെ ഈ ജീവിതം അവരെ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ അവൻ വലിയ വട്ടിപ്പലിശക്കാരെയും വലിയ ബാങ്കുകളെയും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയും ഒക്കെ സമീപിച്ചുകൊണ്ട് അവൻ കടമെടുക്കാൻ, ലോണെടുക്കാൻ അവൻ നിർബന്ധിതനായിത്തീരുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മനുഷ്യന് സംജാതമാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആർഭാടപൂർണമായിരിക്കുന്ന ജീവിതമാണ് ഇതിനെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. സത്യത്തിൽ ഇതവർക്ക് ഒഴിവാക്കാമായിരുന്നു. ഈ കടം മേടിക്കലും ഈ ബാങ്കുകളെ സമീപിക്കലും ഈ ലോണിന് വേണ്ടിയിട്ട് മറ്റുള്ള ധനകടങ്ങൾ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കലും അവനക്ക് ഒഴിവാക്കാമായിരുന്നു. ഇതവന്റെ തലയിൽ വലിയൊരു ഭാരമായിട്ട് കിടക്കുകയാണ്. സത്യത്തിൽ ഇതവനക്ക് ഒഴിവാക്കാമായിരുന്നു. إن بعض الناس يقترضون كثيرا من الأموال وهم لا يملكون إمكانية الوفاء بها
സത്യത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ആളുകൾ അവർ വലിയ ലോണിന് അപേക്ഷിക്കും, അതല്ലെങ്കിൽ വലിയ തോതിൽ ആർഭാടമായിരിക്കുന്ന ജീവിതത്തിലെ ആർഭാടമായ നിലയിൽ ജീവിതം നയിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ വാഹനം മേടിക്കുന്നതിന് വേണ്ടി നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സത്യത്തിൽ നമ്മുടെ നാടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ വീട്ടാൻ ഒരുപക്ഷെ കഴിവുണ്ടാവുകയില്ല, അന്നേരങ്ങളിൽ തന്നെ അതല്ലെങ്കിൽ അതിൽ വീട്ടാനുള്ള ഒരു മനസ്സ്, കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല നിലയിൽ പെട്ടെന്ന് വീട്ടിക്കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാതെ വലിയ തോതിൽ ആളുകളുടെ അടുക്കൽ നിന്ന് കടം മേടിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരേക്ക് താക്കീത് കൊടുത്തിരിക്കുന്നു. സത്യത്തിൽ ഇത്തരം ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീദിന്റെ സ്വരത്തിൽ ഇത്തരം ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹാ അബ്ദല്ലാഹു അൻ വമൻ അഖദ യുരീദു ഇത്ലാഫഹാ അത്ലഫഹുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജനങ്ങളുടെ അടുക്കൽ നിന്ന് വീട്ടിക്കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പ്രയാസം വന്നു, അപ്പൊ ആരെങ്കിലും നല്ല നിലയിൽ കടം ചോദിച്ച് അവന് കടം നൽകപ്പെടുന്നു. സത്യത്തിൽ അവരുടെ ഉദ്ദേശമുണ്ട് അവന്റെ മനസ്സിൽ, ഞാൻ വളരെ പ്രയാസത്തോടു കൂടി ഇന്ന പ്രയാസങ്ങൾക്ക് വേണ്ടിയാണ് റബ്ബേ ഞാൻ കടം മേടിക്കുന്നത് എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനത്തെ നിലയിൽ ആരെങ്കിലും അന്യൊരാളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അത് പെട്ടെന്ന് അവന് വീട്ടാനുള്ള ഒരു മാർഗം അവരുണ്ടാക്കി കൊടുക്കും. ചില ആളുകൾ അങ്ങനെയല്ല, അവന് സമ്പത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടാകൂല, അതല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടാവുകയില്ല. പക്ഷേ ജനങ്ങൾ അടുകളിൽ നിന്ന് വെറുതെ ഇങ്ങോട്ട് കടമായിട്ട് കടം വാങ്ങുന്ന ചില ആളുകൾ ഉണ്ടാകും. സത്യത്തിൽ അവന്റെ ലക്ഷ്യം ആർഭാടമായിരിക്കുന്ന ജീവിതമാണ്. എങ്ങനെയെങ്കിലും അത് അടിച്ചുപൊളിച്ച് ജീവിച്ച് തീർക്കലാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ, അങ്ങനെ മേടിച്ചുകൊണ്ട് അത് നശിപ്പിക്കലാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ, അങ്ങനെയാണ് അവൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചത് എങ്കിൽ അത്ലഫഹുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹു തആല അതിനെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ കടം മേടിക്കേണ്ടത്. ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ സത്യത്തിൽ ഇന്ന് നമ്മളുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നതുമായിരിക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവരെ അന്ധമായിട്ട് അനുകരിക്കുന്നതിന് വേണ്ടി. അയലത്ത എന്റെ സുഹൃത്ത് ഒരു വലിയ വീടെടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഒരു വീട് എനിക്കെടുക്കണം എന്നുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹം, അതല്ലെങ്കിൽ അവൻ മേടിച്ച വാഹനത്തിനേക്കാൾ നല്ല ഒരു വാഹനം എനിക്ക് മേടിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യന്റെ ഈ അന്ധമായിട്ടുള്ള അനുകരണം സത്യത്തിൽ ഈ മനുഷ്യന്റെ ഈ മത്സരമാണ് ഇവനെ കടക്കാരനാക്കി തീർക്കുന്നത് ഇന്നത്തെ ഖുതുബ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതെല്ലാം അല്ലാഹു തആല ഓരോരുത്തർക്ക് വീതിച്ചു നൽകുന്നതാണ്, അല്ലാഹുവിന്റെ അപാരമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. മറ്റുള്ളവന്റെ അടുക്കൽ ഉള്ളത് എനിക്കും ലഭിക്കണം എന്നുള്ള ഒരു ചിന്ത മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ദുഃഖിക്കേണ്ടി വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും തന്റെ ഉയർന്നുള്ള ഒരു വ്യക്തിയെ അല്ല അതിലേക്കല്ല നോക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഇന്നഹു വജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏതൊരു വ്യക്തിയും തന്നിൽ താഴെയുള്ളവരിലേക്ക്, തന്റെ താഴെയുള്ള ആളുകളിലേക്ക് നിഅമത്തിന്റെ കാര്യത്തിൽ അവൻ നോക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്.
തന്നിൽ മീതെയുള്ള ആളുകളിലേക്ക് ഒരിക്കലും അവൻ നോക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ മേൽ അല്ലാഹു അനുഗ്രഹിച്ചതായ ഈ അപാരമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. അപ്പൊ നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇവരില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് തന്റെ ഉയരമുള്ള, തന്റെ ഉയർച്ചയിലുള്ള, തന്നെക്കാൾ കൂടുതലുള്ള ഒരാളിലേക്ക് നിങ്ങൾ നോക്കരുത്. എപ്പോഴും താഴ്ഭാഗത്തിലേക്കായിരിക്കണം നിങ്ങളുടെ ചിന്ത ഉണ്ടായിരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന തസാഹുല ഫിൽ ഇഖ്തിറാദി മിൻ ഗൈരി ഹാജത്തിൻ മാസ ഔ ദറൂറത്തിൻ മുൽഹത്തിൻ ഖദ് യജുറുൽ ഇൻസാന ഇലൽ മസ്അലത്തിൽ മദ്നൂമ. ഇനി വളരെ ഗൗരവമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഇന്നത്തെ ഖുതുബ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ ഒരു അത്യാവശ്യമില്ലാതെ, അതല്ലെങ്കിൽ ഒരു പ്രയാസമില്ലാതെ നമ്മൾ ആർഭാടപൂർവമായിരിക്കുന്ന ജീവിതം നയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചിലപ്പോൾ നമ്മൾ കടം നേടി ഇത് മനുഷ്യനെ യാചനയിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നൽ മസ്അലത ലാ തഹില്ലു ലിഗനിയ്യിൻ വലാ ദീ മിറത്തിൻ സവിയ്യിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ജോലി ചെയ്യാൻ കഴിവുള്ളതായിരിക്കുന്ന വ്യക്തിയും സമ്പന്നനായ വ്യക്തിക്കും അനുവദനീയമല്ല യാചന എന്നുള്ളത്. വളരെ മോശമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിച്ച ഒരു വിഷയമാണ് യാചനയുടെ കാര്യം എന്നുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജോലി ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ഒരിക്കലും യാചന നടത്തരുത്, അത് അവനക്ക് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ സമ്പന്നനായിരിക്കുന്ന വ്യക്തി, ഇന്ന് സമ്പന്നരായിരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ അവരുടെ ആർഭാടപൂർണമായിരിക്കുന്ന ജീവിതം കൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് അവര് കൂട്ടുകുത്തിയ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവര് ചിന്തിച്ചു കൊള്ളട്ടെ, ഇവർക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. ആ അനുഗ്രഹങ്ങളെല്ലാം ഇവര് ദൂർത്തിലൂടെ ചെലവഴിച്ചു കടന്നു. എന്നാൽ അത്യാവശ്യമുള്ള തന്റെ കളത്രപുത്രാദികൾക്ക് വേണ്ടുന്ന തലത്തിൽ അവർ ചെലവഴിക്കാതെ അവൻ മാറുകയും ചെയ്തു. ഇത് ഇവനെ ദുഃഖത്തിൽ കൊണ്ടെത്തിക്കും എന്നാണ് നമ്മെ ഇന്നത്തെ ഖുതുബ പഠിപ്പിക്കുന്നത്. ചില ആളുകളാണെങ്കിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. സത്യത്തിൽ നമ്മുടെ നാടുകളിലും ഇവിടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ആളുകൾ, ചില ആളുകളൊക്കെ ഉണ്ടാകും. ആര് എന്ത് ചോദിച്ചു വന്നാലും ഇഷ്ടം പോലെ എടുത്തു കൊടുക്കുന്ന ഒരുപാട് നല്ല ശീലന്മാര്, നല്ല കൊടുത്ത പരിചയമുള്ള സദഖ ചെയ്യുന്ന ഒരുപാട് ധർമ്മിഷ്ഠർ നമ്മൾ കാണാറുണ്ട്. ഇത്തരം ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് യാചകർ നമ്മൾ കണ്ടുപോകാറുണ്ട്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മോശമായിട്ട് യാചിക്കുന്ന ആളുകളെ വളരെ മോശമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പതനമായിരിക്കും ഉണ്ടാവുക. അതായത് മറ്റുള്ളവരുടെ അടുക്കൽ ഉള്ളത് എങ്ങനെയെങ്കിലും മേടിക്കണം, അതിന് യാതൊരു മടിയുമില്ലാതെ യാചിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഇതിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം വിമർശിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസാലുൽ മസ്അലതു ബി അഹദികും ഹത്താ യൽഖല്ലാഹ വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ യാചകർ, നിങ്ങളിൽ ലാ തസാലുൽ മസ്അലതു ബി അഹദികും ഹത്താ യൽഖല്ലാഹ വലൈസ ഫീ വജ്ഹിഹി, നിങ്ങളിൽ യാചകരുണ്ടെങ്കിൽ അവർ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങളുടെ മുസ്അതു ലഹം, അവന്റെ മുഖത്ത് ഒരു മാംസത്തിന്റെ ചീന പോലുമില്ലാതെയാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാചകരെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. വലിഹാദാ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുറബ്ബി അസ്ഹാബഹു റളിയല്ലാഹു അൻഹും അലൽ ഖനാഅതി വൽ ഇഫ്ഫതി വഇസ്സത്തി നഫ്സ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് മഹാന്മാരായിരിക്കുന്ന സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിയോടുകൂടെ പവിത്രതയോടുകൂടെ നിങ്ങൾ യാചിക്കാതെ അഭിമാനത്തോടുകൂടി ആത്മാഭിമാനം കൈവിടാതെ യാചനയില്ലാതെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇടയിലല്ല യാചനയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഇവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഖല ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു, മഹാനായ ഒരു സഹാബിയാണ് ഹകീം ഇബ്നു ഹിസാം. ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നൽകി. വീണ്ടും അദ്ദേഹം ചോദിച്ചു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് സഹായം നൽകി. വീണ്ടും ചോദിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഹകീം ഇന്ന ഹാദൽ മാല ഖദറത്തുൻ ഹുൽവത്തുൻ ഫമൻ അഖദഹു ബിസഖാവതി നഫ്സിൻ ബൂരിക ലഹു ഫീ വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ ലം യുബാറക ലഹു. അല്ലയോ ഹക്കീമേ, ഈ സമ്പത്തെന്ന് പറയുന്നത് വളരെയധികം മധുരമുള്ളതും വളരെ പച്ച പിടിച്ചതുമാണ്. അതുകൊണ്ട് അത് എല്ലാവർക്കും ഇങ്ങനെ ആഗ്രഹം തോന്നും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഫമൻ അഖദഹു ബിസഖാബതി നഫ്സിൻ ബൂരിക ലഹു ഫീ. നല്ല മനസ്സോടുകൂടിയാണ് ഒരുത്തൻ അതിനെ സ്വീകരിക്കുന്നത് എങ്കിൽ അവൻ